നേരം വെളുത്ത നരമാനസ പദ്മനാഭചരണം സ്മരമാനസ പദ്മനാഭചരണം സദാ സ്മരമാനസ പദ്മനാഭചരണം സദാ സ്മരമാനസ പദ്മനാഭചരണം സദയ സ്മരമാനസ പദ്മനാഭചരണം സദയ സ്മരമാനസ പദ്മനാഭചരണം സദയ സ്മരമാനസ പദ്മനാഭചരണം സദയ സ്മരമാനസ പദ്മനാഭചരണം. അരുണവാരിരു ചേട്ടാ ഒരു വട കൂടെ, ഒരു 3 വട പോയി. അരുണവാരി തൂകമാത 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 അരണാചരണമലോ അരുണവാരി ചേട്ടാ ഒരു കൂട്ടം കൂടെ. ആകാശത്താമരപൂരൻ മനസ്സിൽ തപസിരുന്നു നന്മസഖി നീ. അമ്മാമേ, ഇവരിതെവിടെ പോയി? അമ്മാമ, ഞാൻ ജംഗ്ഷൻ വരെ പോണേ. ഹലോ അളിയാ, നീ എവിടെ ഉണ്ട്? ആടാ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. അവിടെ നിൽക്ക്. എവിടെ അവൻ? ആ അളിയാ. ആ ഇന്നലെ ഇന്നും നേരത്തെ ഔട്ടായ. ഒന്ന് പോടെ അളിയാ, എനിക്ക് നിന്റെ ബൈക്കൊന്നും എടുത്തോ. എണ്ണ അടിക്കണേടേ. അതൊക്കെ അടിക്കടാ. അല്ല, ഇന്ന് എങ്ങോട്ട്? ഇന്ന് അമ്മൂമ്മക്ക് പെൻഷൻ വന്ന ദിവസമല്ലേ? അതൊക്കെ ഉള്ളൂ. എന്നാൽ നീ പണിക്ക് പോവില്ല. ചുമ്മാ അതല്ല നീ നേരത്തെ എണീറ്റ്, അല്ലെങ്കിൽ ഈ സമയത്ത് പോത്ത് പോലെ കിടന്നുറങ്ങുന്നവന്. പഴയതുപോലെ അമ്മൂമ്മയ്ക്ക് വടയൊക്കെ കൊടുത്ത് ചാക്കിലാക്കിയ. അല്ലാതൊന്നും നടക്കൂലടേ. ജീവിച്ചു പോട്ട്. Kohli's got to find a boundary against Ralph. He still needs something off this delivery. 22 offset. Ralph in and at it. Kohli lifts off the 5 leg.
രമേശണ്ണ എന്തിനാ നിങ്ങള്? അളിയ ഒരു മിനിറ്റ്. അവിടെ ഉണ്ട്. ഹെരാട്ടാ, ഇത് കണ്ണാപ്പില്ലല്ലേ? ഡേയ് കണ്ണാപ്പി, എന്തരണ്ണ നിന്റെ ഹാർട്ട് വിളിക്കണടേ. ചേ പിന്നെ എന്തരീ ഇവനൊക്കെ ഒരു ലൈൻ സെറ്റായി പൂക്കളയാം. ഹലോ. എടാ നീ വരുമ്പോഴേ അണ്ണൻ്റെ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിക്കൊണ്ട് വരണേ. ഓ വാങ്ങാം വാങ്ങാം. അളിയാ അളിയാ ക്യാഷ് വന്നിട്ട് തരാടാ. ഓടേ. ഓ അതെ, ഒരു ലിഫ്റ്റ് തരാമോ? അതെ, ഒരു ലിഫ്റ്റ് തരാമോ? കേറിക്കോട്ടെ. അതെ, താൻ ട്രിവാൻഡ്രത്തേക്കാണോ പോകുന്നേ? അതെ, താൻ ട്രിവാൻഡ്രത്തേക്കാണോ പോകുന്നേന്ന്? അവിടെ എവിടെയാ? കാട്ടാക്കട. അതെ, ഒരു മിനിറ്റ്. ചേട്ടാ ഒരു ഗോൾഡ്. ഹലോ അറിയോ, ഞാൻ സാധനം വാങ്ങി. പിന്നെ വരുന്ന വഴിക്ക് ഒരു പെണ്ണ് ലിഫ്റ്റ് ചോദിച്ചു. ആഹാ കൊള്ളാല്. ഇപ്പം കൂടെ ഉണ്ട് ആള്? ആ ബൈക്കിൻ്റെ അടുത്തുണ്ട്. ഇപ്പം കടയിൽ നിൽക്കുവാടെ.
നീ ഒരു കാര്യം ചെയ്യും, നൈസായിട്ട് കയറി ഞാനാ പോടേ വൈ വൈ. അളിയാ വണ്ടിയിൽ എണ്ണ കുറവാണേ. കട്ടി നീ ഒരു കാര്യം ചെയ്യും, നൈസായിട്ട് കയറി. അതെ താൻ പറഞ്ഞു. ഇല്ല, താൻ പറഞ്ഞു. താൻ എങ്ങോട്ടാ? ഞാൻ നെയ്യാറ്റുന്നു. എവിടെയാണോ തൻ്റെ വീട്? ഏയ്, ഞാൻ ഇവിടുത്തെ കാര്യമല്ല. പിന്നെ എൻ്റെ നാട് കൊല്ലം. കൊള്ളാം. എന്താ? അല്ല, കൊല്ലം എന്ന് പറഞ്ഞത്. അതെ, ഈ വണ്ടി തന്നെയാണോ? അതെ. എനിക്ക് പഴയ വണ്ടിയിലോട് വലിയ താല്പര്യമാണ്. ആഹാ. ഈ വണ്ടി കാണുന്ന പോലെയല്ലല്ലോ, നല്ല കണ്ടീഷൻ ആണല്ലേ? ആ ഒന്നിറങ്ങാവോ? കോപ്പിന് എണ്ണ തീരാൻ കണ്ട സമയം. പുല്ല്. അയ്യോ, അതെ, സോറി കേട്ടോ. ഏയ് എന്തിന്? അല്ലേൽ ഈ കോപ്പ് ഇങ്ങനെ തന്നെ എവിടെ പോയാലും പണിയെന്നുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വണ്ടി ട്രിവാൻഡ്രം കറങ്ങണമെന്ന്. ഈ വണ്ടിയില്ല. ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതൊക്കെ കാണിക്കാം. ആദ്യം നമുക്ക് എണ്ണ അടിക്കാം. അതൊക്കെ അടിക്കാം. അണ്ണാ, ഒരു ബംഗാളിയാണ്. എന്തൊരു ബാബു നോക്കണേ, കാകളൊക്കെ കുറവാണല്ല. തന്നെ തന്നെ ലോലിട്ടാലും മണ്ടയിലും എല്ലാം കാണും. ഇവിടെ ഒന്ന് നിർത്തിക്കേ. ആഹാ, അടിപൊളി. ഇതാ എൻ്റെ നാട്ടിലൊന്നും ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. ദേ അവിടെ നോക്കി. അയ്യേ, ഇതൊക്കെ എന്തോന്നു ഏറി. ഞാൻ കാണിച്ചു തരാം. കല്ലവിടെ
അയ്യോ ആരുടെ മറക്കാൻ മനുഷ്യനെ കൂറാൻ സമ്മതിക്കില്ലല്ലേ. അയ്യോ പുല്ല് വേണ്ടായിരുന്നു. വാ വാ പോയി കളയാം. പിന്നെന്താ തൻ്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ? നാട്ടിലെന്ത് പറയാനാ, ശോകാവസ്ഥയാ. അതെന്താ? വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛനും എന്നും വഴക്കാം. പിന്നെ എനിക്കൊരു കുട്ടി പ്രണയം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ, ആ ചേട്ടൻ എന്നെ തേച്ചിട്ടു. ആ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം പറയാം, തൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? എന്ത് പറയാനാ, നാട്ടിൽ നിന്ന് ജോലിയായില്ലേ എന്ന് ചോദ്യം കേട്ട് മടുത്ത്. പിന്നെ തനിക്കങ്ങനെ ദിവ്യ പ്രണയമൊന്നും ഇല്ലായിരുന്നോ? എനിക്കോ? ഉള്ള കാര്യം പറഞ്ഞ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയുടെ ഇത്ര അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഓ പിന്നെ ആടോ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത്ര പെൺകുട്ടികൾ വായി നോക്കിയിട്ടുണ്ടെന്നോ? എന്നിട്ടെന്താ, ഒരിക്കലും എന്നെ നോക്കിയിട്ടില്ല. പിന്നെ എനിക്കതിൽ വിഷമവും ഇല്ല. ഇനി എന്തിനാ വിഷമിക്കുന്നേ, ഞങ്ങളൊക്കെ ഇല്ലേ? ഇവിടെ എവിടെ? എന്നാ ശരി. അപ്പൊ എന്നാ ശരിയടോ, താങ്ക് യു. അതെ, തൻ്റെ പേര് ചോദിക്കാൻ മറന്നു. വിഷ്ണു. തൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? അല്ലെങ്കിൽ വേണ്ട, എൻ്റെ നമ്പർ തരാം. 9567823771. അഞ്ജു, അതാണ് എൻ്റെ പേര്. കാണാം. വൈകിട്ട് വിളിച്ചാൽ മതി. അളിയാ, നീ എവിടെ? ഞാൻ വീട്ടിലുണ്ടടാ. പോയ കാര്യങ്ങളെന്തായി? എല്ലാം വന്നിട്ട് പറയാടാ. ഓ വന്ന ഇവൻ നേരത്തെ തുടങ്ങിയ ഡാ. ഇതായിരുന്നു. പിന്നെന്ത് പരിപാടി? ഞാൻ അഡിഡാസിന്റെ ഷൂ നോക്കുവായിരുന്നു ഓൺലൈനിൽ. ഇതാരാടാ? അതെന്റെ ആടാ. അഡിഡാസ്. അളിയ, പിന്നെ പറ, എന്തായി കാര്യങ്ങൾ? ഇതൊക്കെയാണ് അളിയ ഉണ്ടായത്. നമ്മളും പോകാറുണ്ട് ജംഗ്ഷനിലൊക്കെ. ഒരു പട്ടിക്കുഞ്ഞു പോലും നമ്മളെ തിരിഞ്ഞു നോക്കാറില്ല. അവളുടെ പേരെന്ന് തോന്നുന്നു? അഞ്ജു. ഓ അഞ്ജു. വിഷ്ണു അഞ്ജു. കൊള്ളാം. അപ്പൊ സെറ്റ്. ട്രീറ്റ് ഇന്ന് നിന്റെ വക. കുപ്പിയെടുക്ക. തേങ്ങ പോടേ. ഇങ്ങനെ നക്കിത്തരം കാണിക്കാതെ. അതൊക്കെ ചെയ്യാടേ. എന്താടാ? പേഴ്സ് കാണുന്നില്ല. മൂഞ്ചിയാ? നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെയെങ്കിലും വെച്ച് മറന്നാ? നീ വന്നേ.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പോയത് പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ എവിടെ വെച്ചായിരിക്കും പേഴ്സ് മിസ്സായത്? കുപ്പി പോയി. നീയുള്ള മൂട് കളയാതെ അവളെ വിളിക്കാൻ നോക്ക്. स्पीकर स्पीकर हेलो हेलो, ये कौन है? हेलो, ഇത് അഞ്ജുവിൻ്റെ നമ്പറല്ലേ? कौन अंजू? कहाँ की अंजू? അഞ്ജുവിൻ്റെ. तुम क्या बोल रहे हो? ഹിന്ദിയാ? हैं? ഈ നമ്പറല്ലേ അവള് തന്നത്? ഈ നമ്പർ അങ്ങനെ തെറ്റിക്കാണോ? എടാ, അവൾ എന്തായാലും നെയ്യാറ്റിങ്കര ഉള്ളതെന്നല്ലേ പറഞ്ഞ്, നമുക്ക് കണ്ടുപിടിക്കാടാ. കണ്ടുപിടിക്കാം. അവളിപ്പോ എവിടെയാണോ എന്തോ. ശേ, ഇവളിതെവിടെ പോയി? ഓയ്, ഓ വന്നോ? എന്താ ഇത്ര ലേറ്റ് ആയത്? ആ, വർക്കല്ലേ. പിന്നെ എന്നാ ഉണ്ട്? ഓ, എന്ത് പറയാൻ, ഇന്നത്തെ വർക്ക് അത്ര പോരാ. അല്ലെങ്കിൽ നിന്റെ വർക്ക് എന്നാ നന്നായിട്ടില്ല. നീ ഒന്ന് പോയേ, പഴയതുപോലെ വർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര സീൻ. അത് ശരി, അതൊക്കെ പോട്ടെ, നിന്റെ കാര്യം എങ്ങനെയാ? നിനക്ക് മാത്രം ഇവിടെ നമ്മൾ എത്ര കളക്ഷൻ? അതിനൊക്കെ ഒരു ടെക്നിക് ഉണ്ട്. വാ വാ. കൊള്ളാലോ, ഇവളൊക്കെ എവിടെ ഉള്ളതാണോ എന്തോ നോക്കാം. ഇത് മറ്റവളല്ലേ? ഇവളെന്താ ഇവിടെ? അല്ലേലും ഇവളുമാർക്ക് ഇങ്ങനെ തന്നെ തേച്ച് കളയുമ്പോഴേ ഇത്ര ഗ്ലാമർ വയ്ക്കത്തുള്ളൂ. പുല്ല് തേക്കണ്ടായിരുന്നു. വീട്ടിലെ കൊള്ളാലോ. പണിയില്ലേ? ഇനി ഇവിടെ ശരിയാവൂല, നൈസാക്കി കൂട്ടാവാം. പിന്നെയാണ് അതെ, ഒരു ലിഫ്റ്റ് വരാമോ? ശേ